നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്ലഡ് എന്ന കേഡ്രമയുടെ 7ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിനും ഒരു ഐലൻഡിൽ സെമിനാറിന് വന്നില്ലായിരുന്നോ. അതിന്റെ പിറ്റേ ദിവസമാണ് ഹീറോയിന് രാവിലെ തന്നെ എങ്ങോട്ടോ പോകാനായിട്ട് നിൽപ്പുണ്ട്. ഹീറോ വേറെ വഴിക്ക്, ഹീറോയിൻ വേറെ വഴിക്ക്. രണ്ടുപേരും ഒരേ സമയം ഒരേ ലിഫ്റ്റിലാണ് പോകുന്നത്. ഹീറോയിൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അവൾ ഏതോ ഒരു സ്ഥലത്ത് എന്തോ കഴിക്കാൻ പോവാണെന്ന്. അതുപോലെ തന്നെ ഹീറോയിനോട് ഹീറോയിൻ ചോദിക്കും അവൻ എവിടാ പോണേന്ന്. അവൻ കടൽ തീരത്ത് എന്തോ കാണാനായിട്ട് പോവാണ്, എന്തോ ഡോൾഫിനെ മറ്റോ കാണാൻ പോവാണ്. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും എന്നാ പിന്നെ നീ പോയി ഡോൾഫിനോട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം ഹീറോ നേരെ ചെല്ലുന്നത് ഒരു കാട്ടിലാണ്. അവൻ പണ്ടൊരു പെൺകുട്ടീനെ രക്ഷിച്ചില്ലായിരുന്നോ, ആ പെൺകുട്ടീനെ രക്ഷിച്ച സെയിം കാട്ടില്. ആ കാട്ടിൽ കൂടെ അതൊക്കെ ഓർത്തങ്ങനെ നടന്നു പോവുകയാണ്. അതുമല്ല അവന്റെ അമ്മയുടെ ഓർമ്മകളും അവന്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്. കാരണം ഇവര് പണ്ട് ഇവിടെ ആയിരുന്നു താമസിച്ചിരുന്നത്. ഇതേ നേരം ഹീറോയിൻ ഈ സെയിം കാട്ടിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. അവൾ അങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു ജീവി അവളുടെ പിന്നാലെ വരുന്നുണ്ട്. ഇവള് പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയാണ്. ഹീറോയിനെ കണ്ടിട്ട് ഹീറോ ചോദിക്കും നീ എന്തോ കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കാട്ടിലാണോ കഴിക്കാൻ വന്നേക്കുന്നതെന്ന്. അതുപോലെ ഹീറോ എന്താ പറഞ്ഞത്, അവനേതോ കടൽ തീരത്ത് പോവാണെന്നല്ലേ. രണ്ടുപേരും കള്ളം പറഞ്ഞിട്ട് ഈ കാട്ടിലോട്ടാണ് വന്നത്. എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് അവരുടെ പിണക്കമൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടുപേരും കൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഹീറോയിൻ പറയും ഈ കാട്ടിൽ ഒരുപാട് ചെന്നായ്ക്കളുണ്ടെന്ന്. എന്നാൽ ഹീറോ പറയും ഇവിടെ ചെന്നായ്ക്കളൊന്നും ഇല്ലെന്ന്. അപ്പോഴായിരിക്കും ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്, പണ്ട് അവളെ കുറെ അധികം ചെന്നായ്ക്കള് ഉപദ്രവിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ഒരു പയ്യനാണ് അവളെ രക്ഷിച്ചിട്ടുള്ളതെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും, പണ്ട് അവൻ രക്ഷിച്ച് അവന് പ്രണയം തോന്നിയ ആ പെൺകുട്ടി ഹീറോയിൻ ആണെന്ന്. അവൻ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. അവൻ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഏത് പയ്യൻ, അവൻ എവിടാ ഉള്ളത് എന്നൊക്കെ. ഇത് കേൾക്കുന്ന ഹീറോയിൻ പറയും ഇവിടെ എവിടെയെങ്കിലും താമസിക്കുന്ന പയ്യനായിരിക്കും, അവനെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവള് മുമ്പോട്ട് നടന്നു പോകും. ഹീറോയ്ക്ക് മനസ്സിലാവും അത് അവള് തന്നെയാണെന്ന്. ഇവൻ ഇത് ആലോചിച്ച് ഇവിടെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മുൻപോട്ട് നടന്നു പോയ ഹീറോയിൻ അവളെ വിളിക്കും വാടാ പോവാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവന്റെ ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് അവൻ അവളുടെ കൂടെ പോവാണ്. കാരണം ഇവർക്ക് വീണ്ടും ഒരു സെമിനാർ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും സെമിനാറൊക്കെ കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ ഓരോ ഹോസ്പിറ്റലിലെ ഓരോ ആൾക്കാരും കൂടിയിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുടിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ അതിനകത്ത് ഒരാൾ എന്തോ ഗെയിം കളിക്കാന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അയാളെ കളിയാക്കും. കാരണം കഴിഞ്ഞ വർഷം ഇയാൾ ഗെയിം കളിച്ച് വാള് വെച്ച് എന്തോ ഫിറ്റായിട്ട് പിന്നെ ഫയർ അലാറം ഇല്ലേ അതൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നമായിട്ട് മാറിയതാ. ഇപ്രാവശ്യം അങ്ങനത്തെ ഗെയിമല്ല, വേറെന്തോ ഗെയിമാന്ന് പറഞ്ഞിട്ട് കൈ പൊക്കി കളിക്കുന്ന എന്തോ ഒരു ഗെയിം. നമ്മൾ ഈ കുളംകര ഇല്ലേ, കുളംകര എന്ന് പറഞ്ഞ ഓണത്തിനൊക്കെ കളിക്കുന്ന ഗെയിം, അതുപോലെ എന്തോ ഒരു സംഭവമാണ്. അങ്ങനെ അത് കളിച്ച് ഹീറോയിൻ തോറ്റുപോകും. തോക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത്, മദ്യം കുടിക്കണം. പക്ഷേ ഹീറോയിന്റെ കൂടെ ഉള്ള ആൾക്ക്, അതായത് ഹീറോയ്ക്ക് വേണമെങ്കിൽ അത് പാസ്സായിട്ട് ഏറ്റെടുത്തിട്ട് അവന് കുടിക്കാം. ഹീറോയിനോട് കുടിക്കാൻ പറയുമ്പോൾ ഹീറോ കുടിക്കുന്നില്ല. കാരണം ഹീറോയ്ക്ക് ആൽക്കഹോൾ അലർജി ആണെന്ന് അവൻ പറയും. ആൽക്കഹോൾ അലർജി ആണോ എന്ന് അറിയാൻ പാടില്ല, അവൻ കുടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിനാണ് കുടിക്കുന്നത്. ഇതിനുശേഷം ഹീറോയിൻ പുറത്തു വന്ന് വാള് വെക്കും. കാരണം അവള് കുടിച്ച് ഫിറ്റ് ആയിട്ടുണ്ട്. ഹീറോ ഇതെല്ലാം നോക്കി അവിടെ തന്നെ ഇരിപ്പുണ്ട്. വാള് വെച്ചതിന് ശേഷം ഹീറോന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവൻ ഇച്ചിരി സൈഡിലോട്ട് മാറിയിരിക്കുകയാണ്. ഹീറോയിൻ പറയും അന്ന് എന്നെ രക്ഷിച്ച ആ പയ്യൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എനിക്ക് വേണ്ടി കുടിച്ചേനെ, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തേനെന്ന്. പക്ഷെ ആ പയ്യനല്ലേ തൊട്ടടുത്തിരിക്കുന്നത്, അത് ഹീറോയിൻ അറിയത്തില്ല. അതുമല്ല പണ്ട് അവളെ കാണാൻ നല്ല ഭംഗിയായത് കൊണ്ടാണ് അന്ന് ആ പയ്യൻ അവളെ രക്ഷിച്ചെന്ന് പറയും. അപ്പൊ ഹീറോ പറയും പണ്ട് മാത്രമല്ല ഇപ്പോഴും ഒരുപാട് ഭംഗിയുണ്ടെന്ന്. അവൻ മുറുമുറുത്തതാണ്, അവള് കേട്ടിട്ടില്ല. എന്താടാ ഈ മുറുമുറുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവള് ബോധം കെട്ട് അവന്റെ തോളത്ത് ചാരി വീഴും. അതുമല്ല കുറച്ചു നേരം അവിടെ കിടന്നിട്ട് അവൾ എണീറ്റ് പോകാൻ പോകുമ്പോൾ അവള് മറിഞ്ഞു വീഴാനായിട്ട് പോകും. പെട്ടെന്ന് തന്നെ ഹീറോ പിടിക്കും. ഇവൾക്ക് നടന്നു പോകാനുള്ള ആരോഗ്യമൊന്നുമില്ല, അത്രയും ഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ഹീറോ എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇവളെ തോളത്ത് കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ഇവള് പറയും നിനക്കൊരു കാര്യം അറിയാമോ, ഞാൻ എന്തിനാ വില്ലനോട് കള്ളം പറഞ്ഞെന്ന്. എനിക്ക് നിന്നെ ഓർത്ത് പാവം തോന്നി. അന്ന് നീ ഹോസ്പിറ്റലിൽ വീണ് കിടന്ന സമയത്ത് നീ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എന്നെ വിട്ടുപോലെ, അമ്മ നിങ്ങളെ കൊണ്ട് കഴിയുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ വില്ലനോട് കള്ളം പറഞ്ഞെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് അവളോട് ചെറിയൊരു ക്രഷ് തോന്നുന്നുണ്ട്. അവള് നല്ല മനസ്സിനുടമയാണെന്ന് അവന് മനസ്സിലായി. അതുമല്ല ഹീറോയിന് ആ വിഷമം മനസ്സിലാക്കാൻ പറ്റും. കാരണം ഹീറോയിന്റെ ചെറുപ്പകാലത്താണ് അവളുടെ അമ്മയും അച്ഛനും മരിച്ചു പോയത്. അതെങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷെ അവൾ ഇതൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിക്കുന്നുണ്ട്. ബോധമില്ല. ഹീറോ അവളെ എടുത്തുകൊണ്ട് നേരെ അവളുടെ റൂമിൽ വരും. അവിടെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. അവളെ കിടത്തുമ്പോൾ അവന് തോന്നുന്നത് പഴയ ആ പെൺകുട്ടീനെയാണ്. അവൻ അന്ന് രക്ഷിച്ച ഏത് പെൺകുട്ടിയാണോ അതേപോലെയാണ് തോന്നുന്നത്. അവളുടെ മുടിയിൽ അവന് തലോടണമെന്നുണ്ട്. അതിനായിട്ട് പോകുമ്പോൾ അവന്റെ മനസ്സ് മാറിയിട്ട് അവൻ തലോടുന്നില്ല, പകരം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. കട്ട് ചെയ്താൽ വാമ്പയർമാർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ വില്ലന്റെ ഏറ്റവും അടുത്ത അടിയാളുമുണ്ട്. ആ കളർ മുടി ചെയ്ത വാമ്പയർ പറയും വില്ലൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഹീറോന് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവനെ കൊല്ലുക, തിന്നുക, കാല് പിച്ചിടുക, കൈ പിച്ചിടുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. വില്ലൻ ചോദിക്കാൻ വരത്തില്ല. വില്ലൻ ഇവരോട് ഹീറോന് എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിലാണ്. എന്നാൽ അടിയാളിനൊരു ഡൗട്ട്. അതുകൊണ്ട് തന്നെ അടിയാള് വില്ലനെ വന്ന് കാണും, വില്ലനോട് കാര്യം തിരക്കും. അന്ന് വില്ലൻ പറഞ്ഞില്ലായിരുന്നു ഹീറോന് ഒന്നും ചെയ്യാൻ പാടില്ല, അവൻ പാവമാണ്, അവൻ നമുക്കെതിരെ തിരികത്തില്ല എന്ന്. എന്നാൽ ഇപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് അറിയാനായിട്ടാണ് അടിയാള് വില്ലനെ കാണാനായിട്ട് വന്നേക്കുന്നത്. പക്ഷേ വില്ലന് വേറെന്തൊക്കെയോ പ്ലാൻ ഉണ്ട്, അതെന്താണെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. കട്ട് ചെയ്താൽ ഹീറോയിൻ കിടന്ന് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അലാറം കേൾക്കുകയാണ്. ഫയർ അലാമാണ് കേൾക്കുന്നത്. അവള് പെട്ടെന്ന് തന്നെ പുറത്തോട്ടിറങ്ങി ഓടാനായിട്ട് ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും അവിടെ തന്നെ
നിൽപ്പുണ്ട്. നോക്കുമ്പോൾ വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷം ഇവരുടെ കൂടെ തന്നെ വേറൊരാളുണ്ടായിരുന്നല്ലോ ഫയർ അലാം പിടിച്ച് വലിച്ച്. അയാൾ തന്നെ ഇപ്പോഴും ഫയർ അലാം പിടിച്ച് വലിച്ചിട്ടുണ്ട്. ഇവർക്ക് മനസ്സിലായി ഇയാൾ കുടിച്ച് ബോധമില്ലാതെ പിടിച്ച് വലിച്ചതാണെന്ന്. ഹീറോയും പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹീറോയിനോട് പറയും, നീ ഒരുപാട് കുടിച്ചതല്ലേ, പോയി റെസ്റ്റ് എടുത്തോളാൻ. ആ സമയം അവന്റെ മുഖത്ത് ആ ബാൻഡേജ് ഒട്ടിച്ചിട്ടില്ല. അത് ഹീറോയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഹീറോയിൻ ആകെ എന്താ ഒരു സംഭവം മനസ്സിലാവാതെ അവൾ അകത്ത് കയറി വരും. അവിടെ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായെന്നേ. അതായത് ഹീറോയിന്റെ മുഖത്തുള്ള മുറിവ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ മുറിവില്ല. അതുമല്ല, അത് ഉണങ്ങി പോകുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവൾക്കിനി പ്രാന്താണെന്ന് വരെ അവൾ ചിന്തിച്ച് നോക്കുന്നുണ്ട്. ഈ സമയം ഹീറോ അകത്ത് വന്നിട്ട് അവൻ കിടക്കാനായിട്ട് പോകുമ്പോൾ അവിടെ അവന്റെ ബാൻഡേജ് ഇരിക്കുന്നതായിട്ട് കാണും. ഇത് കാണുമ്പോൾ അവന് മനസ്സിലാവും ഹീറോയിൻ അവനെ തൂക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവന് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പിറ്റേ ദിവസം ഹീറോയിൻ ആദ്യം തന്നെ തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഹീറോയിൻ പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട്. പഴയതുപോലെ അവൾ അവനോട് വലിയ രീതിയിൽ അടുപ്പം കാണിക്കുന്നില്ല. കാരണം അവൾക്ക് മനസ്സിലായി അവൻ എന്തൊക്കെയോ അവളിൽ നിന്ന് മറക്കുന്നുണ്ടെന്ന്. ഹീറോയ്ക്കും അവളോട് കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും മൗനത്തിലാണ്. ആ നേരം ഹീറോന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരും. അയച്ചതാരാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ അവന്റെ അമ്മേനെ കൊന്ന ആളെ അറിയണമെങ്കിൽ ഒരു സ്ഥലത്തോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. എന്തായാലും അന്ന് രാത്രി തന്നെ ഹീറോ ആ സ്ഥലത്തോട്ട് പോവാണ്, ആ മെസ്സേജിൽ പറഞ്ഞ സ്ഥലത്തോട്ട്. അവിടെ ചെല്ലുമ്പോൾ ആരെയും കാണാനില്ല. അവൻ പതിയെ പതിയെ അകത്തോട്ട് കയറുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലഡ് മണ്ടേന്ന് താഴോട്ട് ഒലിക്കുന്നുണ്ട്. ആരൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെച്ചാണ്. ഹീറോയ്ക്ക് ഈ ബ്ലഡ് കണ്ടതോടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. രക്തക്കൊതി മാത്രമല്ല, അവന് തലയിറക്കമൊക്കെ അനുഭവപ്പെടുകയാണ്. അവൻ അവിടെ ഇരുന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ 2 വാമ്പേഴ്സ് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആ 2 വാമ്പേഴ്സിന്റെ പരിപാടിയായിരുന്നു ഈ ബ്ലഡ് ഒലിപ്പിക്കുന്ന പരിപാടി. അതുമല്ല, വില്ലനാണ് ഹീറോനെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ വാമ്പേഴ്സ് ഹീറോയായിട്ട് ഫൈറ്റ് ചെയ്യും. ഹീറോ ബോധമില്ലാതെ തറയിൽ കിടക്കാണ്. അവനെ കൊണ്ട് എണീറ്റ് വരാനൊന്നും പറ്റുന്നില്ല. ആ സമയം അതിൽ ആ കളർ മുടിയത വാമ്പയർ ഒരു മൂർച്ചയുള്ള ആയുധം എടുത്ത് ഹീറോനെ കുത്താനായിട്ട് തുനിയും. എന്നാൽ നടക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു ഹുഡി ഇട്ട് വേറൊരു വാമ്പയർ പെട്ടെന്ന് തന്നെ അവരെല്ലാരും തള്ളി മാറ്റും. അതുമല്ല, യവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനകത്തുള്ള ആ മൊട്ടയായിട്ടുള്ള വാമ്പയറിനെ കൊന്നു കളയും. ഇനി കളർ മുടി മാത്രമേ ഉള്ളൂ. ഈ കളർ മുടിയായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കളർ മുടിക്ക് ഈ ഹുഡി ധരിച്ച വാമ്പയറിനെ അറിയാം. പരിചയമുള്ളതുപോലെ ഡോക്ടറെ എന്ന് വിളിക്കാൻ വരുന്നുണ്ട്. ഇവര് ഡോക്ടറെ എന്ന് വിളിക്കുന്ന വേറെ ആരെയല്ല, വില്ലന് തന്നെയാണ്. അതിനർത്ഥം അത് വില്ലനാണോ? അങ്ങനെ ഫൈറ്റ് ചെയ്ത് കളർ മുടിയുള്ള വാമ്പയറിനെയും കൊന്നു കളഞ്ഞു. ആ 2 വാമ്പേഴ്സിനെയും കൊന്നു കളഞ്ഞു. ഇപ്പൊ ഹീറോയും അതുപോലെ തന്നെ ആ ഹുഡി ധരിച്ച വാമ്പയറും ഉള്ളു ബാക്കി. ഹീറോ വിടില്ല, ഹുഡി ധരിച്ച വാമ്പയറുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഹുഡി ധരിച്ച വാമ്പയറിന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കും. അതുപോലെ തന്നെ ഹുഡി ധരിച്ച വാമ്പയർ തിരിച്ച് ഹീറോന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കും. രണ്ടുപേരും കൂടെ കുത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ സമയം ഹുഡി ധരിച്ച വാമ്പയർ അവന്റെ തലയിലുള്ള തൊപ്പി എടുത്ത് മാറ്റും. ആ സമയമാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മറ്റാരുമല്ല, അത് വില്ലൻ തന്നെയാണ്. വില്ലനെ കണ്ട ഉടനെ ഹീറോ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വില്ലൻ അവനോട് പറയും, ഞാൻ നിന്നെ പോലെ ഒരു സാധാ വാമ്പയർ ആണ്, ഞാൻ ആരും ഉപദ്രവിക്കാറില്ല, യവന്മാരാണ് ഉപദ്രവിക്കുന്നത്, യവന്മാർ നിന്റെ പിന്നാലെ വരുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് നിന്നെ ഫോളോ ചെയ്ത് വന്നതെന്ന്. ഇത് പറയുമ്പോൾ ഹീറോ അവന്റെ കഴുത്തിൽ നിന്ന് കൈയെടുക്കും. ഹീറോയ്ക്ക് വില്ലനെ വിശ്വാസമായി തുടങ്ങിയിട്ടുണ്ട്. അതുമല്ല, ഈ 2 ബോഡി നശിപ്പിച്ച് കളയണം, ഇല്ലെങ്കിൽ പോലീസ് കേസാവും. അതുകൊണ്ട് തന്നെ ഹീറോനോട് ഇവിടെ നിന്ന് പോകാൻ പറയും. ഹീറോ ആകെ തകർന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അവൻ പോയ ഉടനെ വില്ലൻ ലൈറ്റർ എടുത്ത് ഈ 2 ബോഡീനെ കത്തിച്ച് നശിപ്പിച്ച് കളയും. ഇതിനുശേഷം വില്ലൻ ഹീറോനെ വന്ന് കാണും. ഇവർ രണ്ടുപേരും കൂടെ നടന്ന് സംസാരിക്കുകയാണ്. ഹീറോയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. 40 വർഷം മുമ്പാണ് ഇയാൾക്ക് ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആയത്. അതിനുശേഷം ഇവനെ കൊല്ലാനായിട്ട് വേറെ കുറെ ആൾക്കാർ വന്നു. ഇവന്റെ ഫാമിലിനെ അവർ കൊന്നു കളഞ്ഞു. പക്ഷെ അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയി. അവന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു മോൻ അതുപോലെ തന്നെ ഭാര്യ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അവരെ കൊന്നു കളഞ്ഞു. അവരെ പ്രതികാരം ചെയ്യാനായിട്ട് ഇത്രയും നാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. എന്നാൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഹീറോ വന്നതിന് ശേഷം ഹീറോന്റെ പിന്നാലെ ആ വാമ്പേഴ്സ് നടക്കുന്നതായിട്ട് വില്ലൻ കണ്ടു എന്ന് കള്ളം പറയും. വില്ലനാണ് ഇതിന്റെ പിന്നിലെ മെയിൻ ബോസ്. എന്നാൽ ഹീറോനോട് കള്ളം പറഞ്ഞിട്ട് ഹീറോനെ വശത്താക്കാൻ നോക്കുകയാണ്. ഈ നേരം ഹീറോയിൻ ആണെങ്കിൽ അവളുടെ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് തന്നെ കൂട്ടുകാരി വരുന്നുണ്ട്. അവളുടെ വിഷമം കണ്ടിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കും. പക്ഷേ ഹീറോയിൻ കാര്യം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരി ചോദിക്കും, ഇനിയിപ്പം നീ ഹീറോന്റെ കൂടെ പോയിട്ട് അവനെ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൻ നിന്നെ റിജക്ട് ചെയ്തോ, അതുകൊണ്ട് വല്ലതും ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, നീ കൂടുതലൊന്നും ചിന്തിച്ച് കൂട്ടണ്ട, ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ട്, വേണമെങ്കിൽ പോയി എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോൾ അവള് ചോക്ലേറ്റ് കഴിക്കാനായിട്ട് സന്തോഷപ്പെട്ടു പോകും. വീണ്ടും ഹീറോനെ വില്ലനെയും കാണിക്കുകയാണെങ്കിൽ ഹീറോ വില്ലനോട് ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രോഗം പിടിപെട്ടതെന്ന്. വില്ലൻ പറഞ്ഞു കൊടുക്കും, 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വയസ്സായിട്ടുള്ള ആള് ചുമച്ചായിരുന്നു. അയാളുടെ വായിലുള്ള തുപ്പല് വില്ലന്റെ വായിൽ പോയി. അങ്ങനെയാണ് ഇൻഫെക്ഷൻ പിടിപെട്ടത്. ഇതിനുശേഷം ഇൻഫെക്ഷൻ പിടിപെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേറെ കുറെ വാമ്പേഴ്സ് വില്ലനെ കൊല്ലാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുമല്ല, വില്ലനെ കൊന്നില്ല, പകരം അവന്റെ ഫാമിലിനെ കൊന്നു. വില്ലൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇതാണ് സംഭവം. ഹീറോനോട് അവന്റെ ലൈഫ് സ്റ്റോറി എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അവനും പറഞ്ഞു കൊടുക്കും തിരിച്ച് അവന്റെ ഫാമിലിനെ അവർ കൊന്നു കളഞ്ഞു. വില്ലൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഹീറോനെ വശത്താക്കാൻ നോക്കുന്നതാണ്. എന്നാൽ ഹീറോയ്ക്ക് സംഭവം മനസ്സിലായിട്ടില്ല. ഈ നേരം താടിക്കാരൻ ഡോക്ടർ പുള്ളിക്കാരന്റെ ഓഫീസിൽ ഇരുന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ എന്താ പറ്റിയെന്ന് പഠിക്കുകയാണ്. പക്ഷെ അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളെ നേരിട്ട് കാണാന്ന് പറഞ്ഞു പോകുമ്പോൾ കളർ മുടി ചെയ്ത ഡോക്ടർ അയാൾക്ക് എന്തോ ഇഞ്ചക്ഷൻ കുത്തിവെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് ഇയാൾ ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. കളർ മുടിയുള്ള ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ആരും കാണാതെ ആ റൂമിൽ കയറിയിട്ട് അവിടെ കിടക്കുന്ന പേഷ്യന്റിന്റെ കൈ പിടിച്ചു നോക്കും. പക്ഷേ കയ്യിൽ ആ പാടുകളൊന്നുമില്ല, എല്ലാം മാഞ്ഞു പോയി. ഇയാൾ ഈ റൂമിൽ കയറി പരതുന്ന കാര്യമൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് കാണുന്നുണ്ട് ക്യാമറ വഴിയെ. ആ റൂമിൽ ക്യാമറ ഉണ്ടായിരുന്നു. കട്ട് ചെയ്താൽ ഹീറോനെ കാണിക്കുമ്പോൾ
ഹീറോ കൂട്ടുകാരനോട് വന്ന് കാര്യം പറയും. അവൻ പുതിയതായിട്ടൊരു വാമ്പയറിനെ കണ്ടു, അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് തന്നെയാണ്. പക്ഷേ ഹൈ ഫ്രീക്വൻസിയിൽ ശബ്ദം കേൾക്കില്ല. സാധാരണ വാമ്പേഴ്സിനെ കണ്ടാൽ ഹീറോന്റെ തലയിലോട്ട് ശബ്ദം കേൾക്കാനുള്ളതാണ്, അത് കേൾക്കുന്നില്ല. അതുമല്ല അയാളുടെ ദേഹം നല്ല ചൂടാണ്, ഹീറോന്റെ പോലെ തണുപ്പല്ല. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഹീറോയ്ക്ക് ഡൗട്ടാണ്. ഇത് കേൾക്കുന്ന കൂട്ടുകാരൻ പറയും, എന്നാ പിന്നെ നാളെ അയാളെ കാണുന്ന സമയത്ത് അയാളോട് ചോദിക്കണം ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് കൂടെ പറഞ്ഞു തരാനായിട്ടെന്ന്. ഹീറോയ്ക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്, അതെല്ലാം ചോദിക്കണമെന്നുണ്ട്. ഇനിയിപ്പം അയാൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കണമെന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട്. ഈ നേരം ഹീറോയിനെ പറ്റി ആലോചിച്ച് വീട്ടിലിരിക്കുകയാണ്. അവൾക്ക് ഉറക്കം കിട്ടുന്നില്ല. അവൻ എന്താണ് പ്രത്യേകത എന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ അവന്റെ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങി. ഇതൊക്കെ ആലോചിച്ച് അവിടെ ഇരിക്കുകയാണ്. അതേ നേരം നമ്മുടെ ഹീറോയും ഉറക്കം കിട്ടാതെ അവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ ഹീറോയിൻ കണ്ടു, ഇനി അവളോട് എന്ത് പറയും? അതൊന്നും അറിയാൻ പാടില്ലാതെ അവനും ഉറക്കം കിട്ടാതെ അവിടെ ഇരിക്കുകയാണ്. രണ്ടുപേർക്കും ഉറക്കം കിട്ടുന്നില്ല. രണ്ടുപേരും ഓരോ ആൾക്കാരെ പറ്റി അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. പിറ്റേ ദിവസം ഹീറോ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതുവഴി വില്ലൻ നടന്നു പോകുന്നുണ്ട്. വില്ലൻ പോകുമ്പോൾ തന്നെ ഹീറോനോട് പറയും, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പിന്നെ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് വില്ലൻ അങ്ങോട്ട് പോകും. ഇതിനുശേഷം ഹീറോ നേരെ രോഗികളെ ചികിത്സിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ തന്നെ ഹീറോയിൻ നിൽപ്പുണ്ട്. പക്ഷെ ഹീറോനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഹീറോ വന്നത് കൊണ്ടാണ് അവള് മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയത്. പക്ഷേ ഹീറോയ്ക്ക് കാര്യം മനസ്സിലായി, അവൾ അവനെ മൈൻഡ് ചെയ്യാതെ അവോയ്ഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോയതാണെന്നുള്ള കാര്യം. അവള് പോയതിനു ശേഷം അവന് വിഷമാവുന്നുണ്ട്. കാരണം അന്ന് എടുത്തോണ്ട് പോയപ്പോൾ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കും അവനെ പോലെ വിഷമം മനസ്സിലാക്കാൻ പറ്റുമെന്ന്. കാരണം അവളുടെ അമ്മയെ മരിച്ചു പോയതല്ലേ. കട്ട് ചെയ്താൽ അങ്കിളിനെ കാണിക്കുകയാണെങ്കിൽ അങ്കിള് വേറൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്, അങ്കിളിന്റെ അല്ലാത്ത ഹോസ്പിറ്റലിൽ. അങ്കിളിന് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. പക്ഷെ ആ ഹോസ്പിറ്റലിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ഡോക്ടർ ചോദിക്കും, എന്താ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾക്ക് അവിടെ നല്ല ഡോക്ടർമാരില്ലേന്ന്. പക്ഷെ അങ്കിളിന്റെ രോഗം ആൾക്കാരിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് നോക്കുന്നതാണ്. അങ്കിളിന് എന്തോ ഒരു രോഗമുണ്ട്, അത് നെർവിനെ ബാധിക്കുന്നതാണ്, അതുകൊണ്ടാണ് കൈയൊക്കെ വിറയ്ക്കുന്നത്. മരണം എപ്പം വേണമെങ്കിലും സംഭവിക്കാം. ഇത് ഡോക്ടറിനോട് കരഞ്ഞുകൊണ്ട് പറയും, ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല, പ്രത്യേകിച്ച് ഹീറോയിനും അറിയാൻ പാടില്ല എന്ന്. ആ ഡോക്ടർ അതിന് സമ്മതിക്കുമായിരിക്കും, അറിയാൻ പാടില്ല. പക്ഷെ അങ്കിളിന് ഒരുപാട് വിഷമമുണ്ട്. അങ്കിൾ കരഞ്ഞിട്ടാണ് ആ ഡോക്ടറിനോട് സംസാരിക്കുന്നത്. കട്ട് ചെയ്താൽ വില്ലനെ കാണിക്കുമ്പോൾ വില്ലന്റെ അടുത്ത് സെക്യൂരിറ്റി ഗാർഡ് വന്ന് ഡോക്ടർ റൂമിൽ കയറിയിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഇവരൊരാളെ കൊന്നില്ലായിരുന്നോ, ഇവിടുത്തെ പേഷ്യന്റിനെ പറഞ്ഞു വിട്ടതിന് ശേഷം കൊന്നില്ലായിരുന്നോ, അയാളുടെ ബോഡി പോലീസുകാർ കണ്ടുപിടിച്ചു, എന്നാൽ പോലീസുകാർക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല ആരെ കൊന്നേന്നെന്ന്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ നേരം ഹീറോയിൻ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. കൂടെ തന്നെ അവൾ അമ്മയെ കണക്ക് കാണുന്ന സിസ്റ്ററും ഉണ്ട്. സിസ്റ്ററിനോട് ഹീറോയിൻ ചോദിക്കും, സിസ്റ്ററെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്. എന്നാൽ സിസ്റ്റർ പറയും, ഞാനിതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നിന്നെ കൊണ്ട് കാണാൻ പറ്റും, കാരണം നീ അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്, നിന്റെ കണ്ണ് അടിപൊളിയാണെന്ന്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോയിൻ സിസ്റ്ററിനെ കെട്ടിപ്പിടിക്കും. സിസ്റ്റർ അവൾക്ക് വിഷമമുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അവള് പണ്ട് തൊട്ടേ പറയാറുണ്ട്, കാട്ടിൽ പോയപ്പോൾ അങ്ങനെ ഒരു പയ്യനെ കണ്ടായിരുന്നു, ആ പയ്യന്റെ മുറിവുകളൊക്കെ പെട്ടെന്ന് പുറത്തുനിന്ന് പറഞ്ഞിട്ട്. എന്നാൽ വേറെ ആരും വിശ്വസിച്ചില്ല, പക്ഷേ സിസ്റ്റർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സിസ്റ്റർ വിശ്വസിച്ചത് കൊണ്ട് തന്നെ ഹീറോയിൻ സിസ്റ്ററിനെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നും കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് സിസ്റ്റർ കൂടെ ഉണ്ട്. ഈ നേരം ഹീറോ ഹോസ്പിറ്റലിൽ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് തന്നെ കൂട്ടുകാരി ഡോക്ടർ നടന്നു പോകുന്നുണ്ട്. അവൻ കൂട്ടുകാരി ഡോക്ടറിനെ വിളിച്ചിട്ട് അവളോട് ചോദിക്കും, ഹീറോയിന്റെ അച്ഛനും അമ്മ എങ്ങനെയാണ് മരിച്ചു പോയെന്ന്. എന്നാൽ കൂട്ടുകാരി പറഞ്ഞു കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. പകരം ഹീറോയിനോട് തന്നെ ചോദിക്കാൻ പറയും. പക്ഷെ ഹീറോ പറയും, നിനക്കറിയാലോ ഞാനും അവളുമായിട്ട് വലിയ ബന്ധമില്ല, ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കാറില്ല എന്ന്. ഇതിനെപ്പറ്റി പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് ചിന്തിച്ചിട്ട്, ഞാൻ പറഞ്ഞു തരാം, പക്ഷേ ഹീറോയിനോട് പറയാൻ പാടില്ല ഞാനാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛനും അമ്മയും മരിച്ചത് അവരൊരു ദിവസം കാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഹീറോയിനും കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഹീറോയിനെ കാണാതെ പോയി. അച്ഛനും അമ്മയും ഹീറോയിനെ തപ്പി നടന്ന സമയത്ത് എന്തോ പറ്റി. പിന്നീട് അവര് ഒരു മലയുടെ താഴ്വരയിൽ നിന്നാണ് കിട്ടിയത്. അവർ രണ്ടൊരു മലയുടെ മുകളിൽ നിന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ മരിച്ചുപോയത്. പക്ഷേ ഹീറോയിൻ രക്ഷപ്പെട്ടു. അന്ന് എന്താണ് നടന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഇത് ഹീറോനോട് പറഞ്ഞു കൊടുക്കും. കട്ട് ചെയ്താൽ നേഴ്സ് നമ്മുടെ പേഷ്യന്റ് ഇല്ലേ, ഇടയ്ക്കിടയ്ക്ക് കളർ മുടി മരുന്ന് കൊണ്ട് കുത്തിവെക്കുന്ന ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിനെ വന്ന് ചെക്ക് ചെയ്യും. അയാൾക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്, പക്ഷെ ബോഡി ടെമ്പറേച്ചർ നോക്കുമ്പോൾ അയാൾക്ക് തണുക്കുന്നില്ല. എന്നാൽ അയാൾക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. ബോഡി ടെമ്പറേച്ചർ 37 കാണിക്കുന്നെങ്കിലും അയാൾക്ക് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മരുന്ന് കുത്തിവെച്ചോണ്ടായിരിക്കണം. ഈ കാര്യം വന്ന് സീനിയർ നേഴ്സിനോട് പറയും. ആ സമയം ഒരു പെൺകുട്ടി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങി വരികയാണ്. ആ പെൺകുട്ടിക്ക് ലിവർ ക്യാൻസർ ആണ്. എന്നാൽ ആ പെൺകുട്ടി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് ബാക്കിയുള്ള നേഴ്സിനെ കേട്ട് അടിയും. ഈ വിവരം അറിഞ്ഞിട്ട് ഹീറോയിനും കൂടെ അങ്ങോട്ട് വരും. ഈ പെൺകുട്ടീനെ പിടിച്ച് വരട്ടും. മേലാൽ ഇനി ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ നിനക്കെതിരെ ഞാൻ റിപ്പോർട്ട് കൊടുക്കും. അതുപോലെ തന്നെ നിന്നോട് മാന്യമായിട്ടല്ലേ ഇവിടുത്തെ നേഴ്സുമാരൊക്കെ പെരുമാറുന്നത്, അപ്പൊ നീ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിച്ചിട്ട് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും, ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്ന്. അതല്ല, ഇങ്ങനെ പറഞ്ഞാലേ ഇങ്ങനത്തെ കുട്ടികൾ കേൾക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഹീറോയിൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ ഹീറോയിൻ കണ്ണിച്ചോരയില്ലാത്ത കുട്ടിയൊന്നുമല്ല. ഈ നേരം അങ്കിളും അതുപോലെ തന്നെ മാനേജറും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. മാനേജർ ആ ഡ്രഗ് ഡെവലപ്മെന്റ് ടീമിന്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് എന്തോ പ്രശ്നമുണ്ട്. അതുമല്ല, ഈ മാനേജറിന് പുതിയതായിട്ടൊരു ഡ്രഗ് ഡെവലപ്മെന്റ് ടീം തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. അത് അങ്കിളിനോട് പറയുമ്പോൾ അങ്കിൾ ഒരുപാട് ദേഷ്യപ്പെടും. അതൊന്നും വേണ്ട, മറ്റേ ഡ്രഗ് ഡെവലപ്മെന്റ് നോക്കിയാൽ മതിയെന്നെ. അതുമല്ല, ഇവരോട് ഹോട്ടലിന്റെ കാര്യം നോക്കാൻ പറയുന്നുണ്ട്. ഇവർക്ക് വേറെ ഹോട്ടലുകളുണ്ട്, അതിനെ മാനേജ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിന്റെ പിന്നാലെ നടക്കാതെ അങ്കിൾ ഇത് പറഞ്ഞിട്ട് ചായ കുടിക്കാനായിട്ട് കപ്പ് എടുക്കും അവിടെ ഇരിക്കുന്നത്. എന്നാൽ ഈ അങ്കിളിന്റെ കൈ വിറയ്ക്കുകയാണ്, എടുക്കാൻ പറ്റുന്നില്ല. അങ്കിള്
പെട്ടെന്ന് തന്നെ പൊത്തിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ മാനേജർ ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. പക്ഷെ അങ്കിള് കള്ളം പറയും, എനിക്കൊരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കട്ട് ചെയ്താൽ ഹീറോ ആ പേഷ്യന്റിനെ വന്ന് പരിശോധിക്കും. പേഷ്യന്റിന് ഇപ്പോഴും തണുപ്പാണ്, പക്ഷെ ബോഡി ടെമ്പറേച്ചർ നോർമലാണ്. അതെന്താണെന്ന് ഹീറോയ്ക്ക് അറിയാൻ പാടില്ല. ഈ നേരം വില്ലനെ കാണാനായിട്ട് കളർ മുടി വന്നിട്ടുണ്ട്. ഹീറോ മറ്റേ പേഷ്യന്റിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുറത്തു വരുവാണെങ്കിൽ വലിയ പ്രശ്നമാവുമെന്ന് അറിയാം. അത് വില്ലനോട് വന്ന് പറഞ്ഞതാണ്. വില്ലൻ പറയും അത് അവന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടാൻ പാടില്ല, അത് ഫേക്ക് ആയിട്ട് അതിനകത്തുള്ള വാല്യൂവും ബാക്കിയെല്ലാം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തിയിട്ട് സാധാ രീതിയിലേ കിട്ടാൻ പാടുള്ളൂ എന്ന് വില്ലൻ കളർ മുടിയോട് പറയും. കളർ മുടി അതിന് സമ്മതിക്കുന്നുണ്ട്, ഹീറോയ്ക്ക് ഡീറ്റെയിൽസ് കിട്ടാതിരിക്കാനായിട്ട്. വീണ്ടും ഹീറോനെ കാണിക്കുകയാണെങ്കിൽ ഹീറോ പേഷ്യന്റിനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഹീറോയിൻ അതുവഴി പോകും. പക്ഷെ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അവന് മനസ്സിലായി അവനൊന്നും ചിന്തിക്കില്ല. അവളോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചിട്ട് അവന്റെ റൂമിൽ വരും. അവളോട് അവൻ ചോദിക്കും നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന്. അവൾ പറയും എനിക്ക് എന്നെ കാണുമ്പോൾ ഒരു ഭ്രാന്തിയായിട്ടാണ് തോന്നുന്നത്, ഞാൻ കാണാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, എനിക്കറിയില്ല നിന്നോട് കൂട്ടുകൂടുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഒരു ഭ്രാന്തിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഹീറോ നീ ഭ്രാന്തിയല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് അവന്റെ തൊണ്ടയുടെ ഭാഗത്ത് വയ്ക്കും. നോക്കുമ്പോൾ ബോഡി ടെമ്പറേച്ചർ വളരെയധികം കുറവാണ്. അവൾക്ക് തോന്നുന്നതല്ല, അവളോട് കാര്യം പറയും. അതായത് അവന് ഒരു ഡിസീസ് ഉണ്ട്, അത് കാരണമാണ് ഇങ്ങനെ വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവള് ഭ്രാന്തിയല്ല എന്ന് പറയും. ഇതും പറഞ്ഞിട്ട് ഹീറോ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഹീറോയിൻ നിൽക്കെന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖത്തൊട്ടിച്ചേക്കുന്ന ബാൻഡേജ് ഇളക്കും. അത് ഇളക്കുമ്പോൾ അവിടെ മുറിവില്ല. അവൾക്ക് മനസ്സിലായി അന്ന് ഹീറോ ദേഷ്യപ്പെട്ടത് വെറുതെയാണെന്ന്. നീ എന്തിനാ എന്നോട് അന്ന് കള്ളത്തരത്തിൽ ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് അന്നല്ലേ എന്ന് പറയും. എന്തായാലും ഹീറോ പതിയെ അവളെ കൈ പിടിച്ചിട്ട് അവളെ ഇളക്കിയ ബാൻഡേജ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവൻ അവളോട് ഇപ്പോൾ ഭയങ്കര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു കൂട്ടുകാരി എങ്ങനെയാണോ കാണുന്നത് അതുപോലാണ് അവൻ കാണുന്നത്. ഈ നേരം മാനേജർ ഓഫീസിലിരുന്നിട്ട് അങ്കിളിന്റെ കാര്യമാണ് ആലോചിക്കുന്നത്. അങ്കിളിന് പെട്ടെന്ന് വയ്യാതായില്ലേ, അതെന്താണെന്ന് അറിയാൻ പാടില്ല. അതുമല്ല നേരത്തെ അങ്കിളിന് ഇത് കണക്ക് നെഞ്ചുവേദന വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ ഹോസ്പിറ്റലിലെ ആളെ വിളിച്ച് ചോദിക്കും അങ്കിൾ അവിടെ എങ്ങനെ വന്നോ, അങ്കിളിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അങ്കിൾ ഒരു ഡോക്ടറിനെ കാണാൻ പോയില്ലേ, ഈ അങ്കിളിന്റെ ഫ്രണ്ടാണ് ആ ഡോക്ടർ, അതുകൊണ്ട് ഈ മാനേജറിനെ അറിയാം. മാനേജർ അതുകൊണ്ടാണ് വിളിച്ചു ചോദിച്ചത്. കട്ട് ചെയ്താൽ ആ പാവപ്പെട്ട ഡോക്ടർ വാർഡിൽ കൂടെ നടക്കുമ്പോൾ അവിടുത്തെ ജൂനിയർ ഡോക്ടേഴ്സ് അവിടെ നിന്ന് പേഷ്യൻസിനെ നോക്കുന്നുണ്ട്. എന്തോ ഒരു ട്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് 2 പയ്യന്മാരുണ്ട്. അവന്മാർ ഇടുന്നത് കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പാവപ്പെട്ട ഡോക്ടർ വന്ന് പറഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കറിയാന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ഡോക്ടറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും അവന്മാര്. എന്നിട്ട് അവന്മാര് അയാൾ പോയതിനു ശേഷം മുറുമുറുക്കാണ്. സ്വന്തം കാര്യം നോക്കാൻ വയ്യ, സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടേനെന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ പെൺകുട്ടി അവിടെ കേട്ടോണ്ട് നിൽപ്പുണ്ട് ഇതെല്ലാം. ജൂനിയർ പെൺകുട്ടി. ആ പെൺകുട്ടി പറയും നിങ്ങൾ അങ്ങനെ മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ലെന്ന്. എന്നാൽ അവന്മാർക്ക് ദേഷ്യം വരും. അവന്മാര് പറയും നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടായിട്ട് ഞങ്ങളോട് വാക്കുയർത്തി സംസാരിക്കുമെന്ന്. കാരണം ആ പെൺകുട്ടീനെ വെച്ച് നോക്കുവാണെങ്കിൽ അവന്മാര് സീനിയേഴ്സ് ആണ്, എന്നാൽ ആ പെൺകുട്ടി ജൂനിയർ ആണ്. അതുകൊണ്ടാണ് അവളോട് അങ്ങനെ സംസാരിച്ചത്. കട്ട് ചെയ്താൽ ഹീറോനെ കാണിക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരു സർജറി ഉണ്ട്. അതിനു മുമ്പ് റെഡി ആവുകയാണ്. അവന്റെ മനസ്സിൽ കൂട്ടുകാരൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഒരു അവസ്ഥയിൽ ഹീറോനെ കൊണ്ട് സർജറി ചെയ്യാൻ പറ്റത്തില്ല. അത് കൂട്ടുകാരൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതൊന്നും മൈൻഡ് ചെയ്ത് അവൻ 2 മരുന്ന് ഒരുമിച്ചെടുത്ത് കഴിച്ചിട്ട് സർജറിക്കായിട്ട് പോകും. ഡ്രസ്സൊക്കെ മാറി സർജറി ചെയ്യാനായിട്ട് പോകുമ്പോൾ അതുവഴി ഒരു നേഴ്സ് ഈ രക്തത്തുണി അതുവഴി കൊണ്ടുപോകും. രക്തം തുടച്ച തുണിയില്ലേ അതെടുത്തോണ്ട് പോകും. പക്ഷേ ഇവന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ നേഴ്സിന്റെ പിന്നാലെ അതെടുക്കാനായിട്ട് പോവുകയാണ്. അവൻ എടുക്കാനായിട്ട് ആ നേഴ്സിനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ വില്ലൻ കയറി പിടിക്കും. വില്ലൻ ഇതെല്ലാം മണ്ടയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവൻ ഈ ഡ്രസ്സ് എടുക്കാൻ പോയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് പിടിച്ചതാണ്. ഹീറോ വാമ്പയർ ആണെന്ന് ആരും കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. ഹീറോനോട് പറയും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അറിയും, നിനക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ നിനക്ക് ഒരാളെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കും. ആരെ ഫോൺ വിളിക്കും? ആ കണ്ണാടി വെച്ച ഡോക്ടറില്ലേ, കണ്ണാടി വെച്ച ഡോക്ടറിനെ വിളിച്ചിട്ട് ഒരു അത്യാവശ്യമുണ്ട്, ഒരു സർജറി ചെയ്യണമെന്ന് പറയും. അയാള് ഡയറക്ടർ ആക്കാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ഇതില് അയാൾ സമ്മതിക്കും സർജറി ചെയ്യാന്ന്. ഹീറോയിൻ കൂടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇയാൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഹീറോയിൻ ഒരു ഡൗട്ട്, ഇയാൾ എന്താണ് ഇത്ര പെട്ടെന്ന് ആത്മാർത്ഥത കാണിക്കുന്നതെന്ന്. വില്ലൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നത്. എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലല്ലേ, അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥത കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. സത്യം എന്താണെന്ന് അവളോട് പറയുന്നില്ല. ഇതിനുശേഷം ഹീറോനെ വില്ലൻ വിളിച്ച് അവന്റെ ഓഫീസിൽ പോകും. ഹീറോനോട് കാര്യങ്ങൾ തിരക്കും. ഹീറോ ഇതുവരെ ഹ്യൂമൻ ബ്ലഡ് കുടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊതി വരുന്നത്. പക്ഷേ വില്ലൻ ഹ്യൂമൻ ബ്ലഡ് കുടിക്കാറുണ്ട്. ഇത് കേൾക്കുന്ന ഹീറോ ചോദിക്കും അപ്പൊ നിങ്ങൾ മനുഷ്യരെ കൊല്ലാറുണ്ടോന്ന്. എന്നാൽ വില്ലൻ മനുഷ്യരെ കൊല്ലാറില്ല, വേറെ എന്തൊക്കെയോ അവൻ ചെയ്യാറുണ്ട്. അത് കാണണമെങ്കിൽ വില്ലന്റെ വീട്ടിൽ നേരിട്ട് വന്ന് നോക്കിക്കോളാൻ ഹീറോനോട് പറയും. വില്ലന്റെ വീട്ടിലോട്ട് ഹീറോനെ ക്ഷണിക്കുന്നുണ്ട്. എന്തായാലും ഹീറോ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ഹീറോയിൻ അതുവഴി പോകുന്നുണ്ട്. ഹീറോയിനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഹീറോയ്ക്ക് വയറ്റ് വേദന വന്നിട്ടാണ് അവൻ സർജറി മാറ്റിവെച്ചതെന്നാണ്. അങ്ങനെയാണ് വില്ലൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സത്യം എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഹീറോയിൻ വന്ന് ഹീറോനോട് പറയും ഇനി നിനക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ സർജറി ചെയ്യത്തില്ലേ, എന്തിനാണ് കണ്ണാടി വെച്ച് ഡോക്ടറിനോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കര സന്തോഷപ്പെട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതായത് അവൾക്ക് വിഷമമൊന്നുമില്ല അവൻ സർജറി കൊടുക്കാത്തത് കൊണ്ട്, അവന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അത് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കട്ട് ചെയ്താൽ താടിക്കാരൻ ഡോക്ടറിനെ കാണാനായിട്ട് മാനേജർ വന്നിട്ടുണ്ട്. മാനേജർ താടിക്കാരൻ ഡോക്ടറിനെ വെച്ച് ഓരോ കാര്യങ്ങൾ ചൊറുത്താൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ. കൂടുതലായിട്ട് താടിക്കാരൻ ഡോക്ടറിനെ കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മാനേജർ വേറൊരു കാര്യം ചെയ്തു. അവരുടെ ടീമില് ആ ഡ്രഗ് ഡെവലപ്മെന്റ് ടീമിലുള്ള ഒരാളെ പൈസ കൊടുത്ത് അങ്ങ് എടുത്തിട്ട്
അയാളോട് കാര്യങ്ങൾ ചോർത്തി തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഇമെയിൽ വഴി കാര്യങ്ങൾ അയച്ചു കൊടുക്കുമെന്ന് താടിക്കാരൻ ഡോക്ടറിനോട് പറയും. അവർക്ക് എന്താണെന്ന് അറിയാലോ, എന്ത് മരുന്നാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്, അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. രാത്രി വന്ന സമയത്ത് ഹീറോ വില്ലനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. വില്ലൻ അവനെ സ്വാഗതം ചെയ്യണം അവന്റെ വീട്ടിലോട്ട്. ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. അവിടെ ലോക്കലിൽ തന്നെ ഒരു കെട്ട് ബ്ലഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബ്ലഡിന് കളറില്ല, കാരണം അതിൽ നിന്ന് RBC റിമൂവ് ചെയ്തു. നമ്മുടെ ബ്ലഡിന്റെ അകത്ത് റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് കുറച്ച് സെൽസ് ആണ്, അത് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞപ്പോൾ ബ്ലഡിന് കളറില്ല. ഈ RBC ഉണ്ടല്ലോ, RBC കാരണം RBC കഴിച്ചാൽ വാമ്പേഴ്സിന് രക്തക്കൊതി മൂക്കും, ഭയങ്കരമായിട്ട് മൂക്കും. അത് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. വില്ലന് രക്തക്കൊതി ഇല്ലാത്തതിന്റെ കാരണം അവൻ RBC കഴിക്കുന്നില്ല, പകരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തതിന് ശേഷം. പിന്നെ ഈ ബ്ലഡ് എവിടെന്നാ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ഇത് ഇന്ത്യയിൽ നിന്നാണ് വാങ്ങുന്നത്. ഇന്ത്യയിൽ ബ്ലഡ് വാങ്ങുന്നത് ഇല്ലീഗൽ അല്ല, പക്ഷേ കൊറിയയിൽ ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വെച്ച് പ്യൂരിഫൈ ചെയ്തിട്ടാണ് ഇയാൾ വീട്ടിലോട്ട് വരുത്തുന്നത്. പിന്നെ ഹീറോ ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചൂടായിട്ടുള്ള ബ്ലഡ് ഉള്ളത്, തണുത്ത ബ്ലഡ് ഇല്ലാത്തത്, അതുപോലെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ ശബ്ദം കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. അതിനും വില്ലൻ കാര്യം പറഞ്ഞു കൊടുക്കും. ഇയാൾ ഒരു മരുന്ന് എടുക്കുന്നുണ്ട് മാസത്തിൽ 2 തവണ. ആ മരുന്ന് എടുക്കുമ്പോൾ നല്ല വേദനയായിരിക്കും. അന്ന് എടുക്കുന്നത് കണ്ടില്ലായിരുന്നോ? പക്ഷേ ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം വരത്തില്ല. ഇവരുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 24 ഈ മരുന്ന് എടുത്താൽ ഇവർക്ക് പനി വന്നതുപോലാവും. ആ പനി വരുമ്പോൾ ചൂടാവും, അങ്ങനെ 37 മാറും. അതാണ് സംഭവം. വാമ്പേഴ്സിന് പനി വന്നതുപോലെ. അങ്ങനെ ഇത് എടുത്തെടുത്ത് ഇവർക്ക് പിന്നെ പനി തിരിച്ചറിയാതാവും, അതൊരു പ്രശ്നമാവാതാവും. പനി വന്നാലും ഒരു പ്രശ്നമാവാതാവും. അവരതിന് അഡാപ്റ്റ് ആയിട്ട് മാറും. ആ മരുന്ന് എടുക്കുന്നത് കൊണ്ടാണ് ഇയാൾക്ക് ഹൈ ഫ്രീക്വൻസിയിൽ ശബ്ദം കേൾക്കാത്തത്. അന്ന് ഹീറോയ്ക്ക് ഇയാളുടെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇയാൾ സ്റ്റേജിൽ കയറിയ സമയത്ത് ഒന്ന് പേടിച്ചിട്ടുണ്ട്. പേടിയുള്ള സമയത്ത് ചെറുതായിട്ട് ഫ്രീക്വൻസി പുറത്തു വരും. പിന്നെ അത് സാധാരണ രീതിയിലാകുമ്പോൾ അത് പുറത്തു വരത്തില്ല. അതുകൊണ്ടാണ് ഹീറോയ്ക്ക് അന്ന് കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞത്. ഈ നേരം താടിക്കാരൻ ഡോക്ടർ കൂട്ടുകാരിയെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. കൂട്ടുകാരിയോട് ചോദിക്കും, നിനക്ക് എന്റെ കൂടെ ചേർന്ന് ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോന്ന്. അവൾക്ക് നല്ല താല്പര്യമുണ്ട്. എന്നാ പിന്നെ എനിക്ക് നിന്റെ വിശ്വസ്തത അളക്കണമെന്ന് ചോദിച്ചിട്ട്, നിനക്ക് നിന്റെ അച്ഛനെയാണോ വിശ്വാസം അതോ എന്നെയാണോ വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരി പറയും, എനിക്ക് ഡോക്ടറിനെ വിശ്വാസം എന്ന്. അങ്ങനെ ആ പ്രോജക്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കും. ആ വെയിന്റെ കാര്യങ്ങളൊക്കെയാണ്. അതല്ല, ഇവരെന്തോ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ആക്കാൻ പോവാണ്. ഇതിനെപ്പറ്റി കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുക്കും. ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുകയാണ്. ആ സമയം അതിൽ നിന്നൊരു ഫോട്ടോ കിട്ടും. ആ ഫോട്ടോ കാണുമ്പോഴേ കൂട്ടുകാരിക്ക് മനസ്സിലാവും അത് ഈ താടിക്കാരന്റെ അച്ഛനും അമ്മയാണെന്ന്. ആ പ്രൊഫസർ ഈ താടിക്കാരന്റെ അച്ഛനാണ്. വീണ്ടും ഹീറോനെ കാണിക്കുമ്പോൾ ഹീറോയ്ക്ക് രക്തം കുടിക്കാതെ നിലനിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് വില്ലൻ അവന് രക്തം എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ പ്യൂരിഫൈ ചെയ്ത രക്തം. അവൻ ഇതുവരെ ഹ്യൂമൻ ബ്ലഡ് കുടിച്ചിട്ടില്ല. ഇനി അവൻ കുടിക്കുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അവൻ ആ ഗ്ലാസ് എടുക്കുന്നുണ്ട് കുടിക്കാനായിട്ട്. കുടിക്കോ ഇല്ലേ അറിയാൻ പാടില്ല. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് 7ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.